إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ദിവസവും നിരവധി പ്രശ്നങ്ങളെയാണ് നമ്മളൊക്കെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്? വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചുകൊണ്ട് ബോധ്യപ്പെടണം. എങ്ങനെയാണ് റസൂലുള്ളാഹി ലോകർക്ക് കാരുണ്യമായത്? നമുക്കൊക്കെ റസൂൽ റഹ്മത്താണ്, നമുക്ക് ഓരോരുത്തർക്കും. എങ്ങനെയാണ് റസൂലുള്ളാഹി നമുക്കൊക്കെ കാരുണ്യമായത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉത്തമമായ മാതൃകയുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൽ. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും പരലോകത്തെയും അല്ലാഹുവിനെയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹിയുടെ സ്വഭാവം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിലാണ് നബിയെ താങ്കൾ ഉള്ളത് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ നിയോഗിക്കപ്പെട്ടത് വളരെ വലിയ മൂല്യങ്ങൾ പൂർത്തിയാക്കാനാണ്. സ്വഭാവങ്ങളുടെ, ഉദാത്തമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു ചെറിയ വിഷയമായി തോന്നാം, പക്ഷെ ആ വിഷയത്തിൻ്റെ പവർ അത് ഭയങ്കരമാണ്. പുഞ്ചിരിക്കുക എന്നത്, അത്തബസ്സും, പുഞ്ചിരി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സൽസ്വഭാവത്തിൽ ഒരു വലിയ സ്വഭാവമാണ്. കാരണം ഒട്ടനവധി പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ, പരീക്ഷണങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ ശക്തി നൽകുന്ന ഒന്നാണ് ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാവുക എന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖ് ത്വലാഖത്തുൽ വജ്ഹ് വബദുലുൽ മഅറൂഫ് വകഫുൽ അദാ. ഒരു പ്രയാസം നീക്കുക, ഒരു നന്മ ചെയ്യുക,
മുഖത്ത് ഒരു പ്രസന്നമായ മുഖമുണ്ടാവുക ഇത് സൽസ്വഭാവമാണ്, സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. എല്ലാ വികാരങ്ങളെയും പ്രകടമാക്കുന്ന ഒന്നാണ്, അതിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ മുഖം. ആ മുഖം നന്നായാൽ പിന്നെ ബാക്കിയെല്ലാം സ്വാഭാവികമായും നന്നാകും. എപ്പോഴും ദേഷ്യത്തോടെ കനത്ത മുഖത്തോടെ മാത്രം മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്ന ഒരാൾക്ക് സഹോദരങ്ങളെ ഒരു നന്മയും നൽകാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ, ഭയം, കോപം, പക, വിദ്വേഷം, ശത്രുത, ഭിന്നിപ്പ്, പിണക്കം, അകൽച്ച, ഇതെല്ലാം ഇല്ലാതെയാക്കാൻ പുഞ്ചിരി കൊണ്ട് സാധിക്കും. എന്നാൽ ഇഷ്ടം, സ്നേഹം, സാഹോദര്യം, അടുപ്പം, ഇണക്കം, ഐക്യം, ഇതെല്ലാം സമ്മാനിക്കാൻ പുഞ്ചിരിക്ക് സാധിക്കും. ഭയങ്കര പവറാണതിന്. അതുകൊണ്ടാണ് ശക്തമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. ഒരാളുടെ മനസ്സിലേക്ക് വേഗത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കുന്നത് പുഞ്ചിരിക്കുന്നവർക്കാണ്. ഒരാളെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥാനമുണ്ടാവുക, എപ്പോഴും വീർപ്പിച്ചു കെട്ടിയ മുഖത്തോടെ ദേഷ്യത്തോടെ മാത്രം നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും വേറൊരാളെ മനസ്സിൽ ഒരു സ്ഥാനവും നേടിയെടുക്കാൻ സാധ്യമല്ല. അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത പലതും ഒരു പുഞ്ചിരി കൊണ്ട് നേടാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ പറഞ്ഞതായിട്ട് പറയാണ്, ഇന്നക്കും ലതസഉൻ നാസ ബി അംവാലിക്കും വലാകിൻ യസഅഹും മിൻകും ബസ്തുൽ വജ്ഹി വ ഹുസ്നുൽ ഖുൽഖ്. നിങ്ങൾക്ക് പണം കൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിയണമെന്നില്ല. റസൂൽ സ്വഹാബിയോട് പറയാ, പണം ഉണ്ടാവില്ല നിങ്ങളെ കയ്യിൽ, പണം കൊണ്ട് നിങ്ങൾക്കൊരാളെ സഹായിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ നിങ്ങൾക്കൊരാളെ സഹായിക്കാൻ കഴിയും, ഏതൊരാൾക്കും കഴിയും. ബസ്തുൽ വജ്ഹ്, മുഖപ്രസന്നത കൊണ്ട്, സൽസ്വഭാവം കൊണ്ട് ഒരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതാർക്കാ പറ്റാത്ത സഹോദരങ്ങളെ? ഏത് കാശില്ലാത്തവനും പറ്റും. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേറ്റവും കൂടുതൽ പുഞ്ചിരിച്ച വ്യക്തി ആരാന്നറിയോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ജനങ്ങളെ അഭിമുഖീകരിച്ച, ലോകത്തേറ്റവും നന്നായി പുഞ്ചിരിച്ചത് അള്ളാഹിന്റെ റസൂലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് പറയാണ്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ ഫീ റസൂലില്ലാഹ് മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോളം മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന സഹോദരങ്ങളെ, റസൂലുള്ളാഹി റഹ്മത്തായത് നമുക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയണം. പരിശുദ്ധ ഖുർആനിൽ 2 സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് സുലൈമാൻ നബിയുടെ സംഭവം. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് നംലിലെ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഘവും താഴ്വരയിലൂടെ സൈന്യം വരികയാണ്. അപ്പൊ ആ താഴ്വരയിൽ കുറെ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത്, നമ്മൾ നടന്നു വന്ന വഴികളിൽ എത്ര ലക്ഷം ഉറുമ്പുകൾ ഉണ്ടാകാം. അല്ലാഹു തആല അവന്റെ കലാമിൽ ഉറുമ്പുകളുടെ ഒരു സംഭവം പറയാണ്. സുലൈമാൻ നബി സൈന്യവുമായി പോകുമ്പോൾ ആ വഴിയിലുണ്ടായിരുന്ന ഉറുമ്പിന്റെ കഥ എന്തിനാ പറഞ്ഞെന്നറിയോ? അള്ളാഹിന്റെ കലാം പരിശുദ്ധ ഖുർആൻ പറയാണ്, സുലൈമാൻ നബി ഇങ്ങനെ വരുന്ന സമയത്ത് താഴ്വരയിലൂടെ വരുമ്പോ ഉറുമ്പുകളുടെ കൂട്ടത്തിലെ നേതാവായ ഒരു പെണ്ണുറുമ്പ് പറഞ്ഞു, ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാനും സംഘവും വരുന്നുണ്ട്, നിങ്ങൾ വേഗം ഉദ്ഖുലു ഫീ മസാക്കിനിക്കും, നിങ്ങളെ മാളത്തിൽ കയറിക്കാളി. അവരറിയില്ല, അവരറിയാതെ ചിലപ്പോൾ നിങ്ങൾ ചവിട്ടി അരക്കപ്പെടും. ഈ ഉറുമ്പിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് അതാ. സുലൈമാൻ നബി അത് കേട്ടു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഈ ഉറുമ്പിന്റെ വാക്ക് കേട്ടപ്പോൾ സുലൈമാൻ നബി പുഞ്ചിരിച്ചു. സുലൈമാൻ നബിയുടെ ഒരു ചിരിച്ച ഒരു സന്ദർഭം അല്ലാഹു ഖുർആനിൽ പറയാ. അതിനുവേണ്ടി ഒരു ആയത്ത് മാറ്റിവെക്കുക. എന്തിനാണ്? പുഞ്ചിരിച്ചിട്ട് സുലൈമാൻ നബി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടത്. പുഞ്ചിരിയോടെ സുലൈമാൻ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചിന്തിക്കണം. പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കേണ്ട, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പലതും.
എങ്കിൽ പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇനി കേട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാർത്ഥന പുഞ്ചിരിയോടുകൂടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് എത്ര ആൾക്കാർക്ക് അറിയും? സുലൈമാൻ നബി ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ തന്ന നിഅമത്തിന് ശുക്ർ കാണിക്കാൻ, എനിക്കും എൻ്റെ പിതാവിനും നീ തന്ന നിഅമത്തിന് ശുക്ർ കാണിക്കാൻ എനിക്ക് പ്രചോദനം നൽകണമേ. വനഅമല സാലിഹൻ തർള, നീ തൃപ്തിപ്പെട്ട നല്ല അമലുകൾ ചെയ്യാനും. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ നല്ല അടിമകളെ കൂട്ടത്തിൽ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. പുഞ്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാ. കുടുംബമാണ്. വാപ്പയോട് ചിരിക്കാത്ത മക്കൾ, ഉമ്മയോട് ചിരിക്കാത്ത മക്കൾ, മക്കളോട് ചിരിക്കാത്ത മാതാപിതാക്കൾ. സഹോദരങ്ങളെ, നമ്മുടെ പുഞ്ചിരി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബത്തിലുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ ജോലി പരുക്കനാകാം, പരുക്കൻ ജോലി ചെയ്യുന്നവരാകാം, നമ്മളെ കൈ തഴമ്പ് വന്നിട്ടുണ്ടാകാം, നമ്മളെ മസിലുകൾ ശക്തമായിരിക്കാം. സ്വഭാവം അങ്ങനെ ആവരുത്. നമ്മളെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്ങനെ ചിരിക്കാന്ന് ചോദിക്കുന്ന, എങ്ങനെ ചിരിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന സങ്കടങ്ങൾ ഉള്ളിലുണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒരുപാട് കടബാധ്യതകൾ, ലോണുകൾ, പലതും ഉണ്ടാകാം. പക്ഷേ സഹോദരങ്ങളെ, അതൊരിക്കലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ബാധിക്കരുത്. നമ്മളെ പിഞ്ചു മക്കളോട്, നമ്മളെ വീട്ടിലെ ഭാര്യയോട്, നമ്മളെ മാതാപിതാക്കളോട്, നമ്മളെ ജോലി എത്ര പരുക്കനാണെങ്കിലും നമ്മുടെ മുഖത്തെ പുഞ്ചിരി അതൊരിക്കലും മാഞ്ഞു പോകരുത്. പുഞ്ചിരി ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്ക് പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബമാണ് ഇവിടെ. ഇനി ഖുർആനിൽ പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിലേക്ക് മലക്കൾ വരിക. എന്തിനാ വരുന്നത്? ഇബ്രാഹിം നബിക്ക് മക്കളില്ലാതെ, ആ കുടുംബത്തിൽ മക്കളില്ലാത്തൊരു വീട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര കാലമായി? 80ഓളം വയസ്സായി ഇബ്രാഹിം നബിക്ക്. ആ വീട്ടിൽ മക്കളില്ല, കുടുംബമില്ല. ആ കുടുംബത്തിലേക്ക് ഇതാ ഒരു സന്തോഷ വാർത്തയുമായി മലക്ക് വരിക. മലക്ക് വന്നിട്ട് പറയാണ്, ഇതാ ഞങ്ങൾ വന്നത് സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, വംറഅതുഹു ഖായിമത്തുൻ. ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ മലക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വംറഅതുഹു ഖായിമത്തുൻ, ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഫളഹിഖത്, ഈ വാർത്ത കേട്ടപ്പോൾ അവർ പുഞ്ചിരിച്ചു. ഖുർആനിൽ ഒരു മഹദിയുടെ ചിരിയെ പറ്റി പറയാ. നോക്കൂ നിങ്ങൾ, ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമാണോ ഇത്? അല്ലാഹ് ഖുർആനിൽ ആയത്തിറക്കുക, മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ യാഖൂബ്. ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബിയുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് കുടുംബം. ആ കുടുംബത്തോട് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയണം. നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ. ഇപ്പോ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, അധ്യാപകരെ കുട്ടികൾ തല്ലിയാലും കുട്ടികളെ തിരിച്ചു തല്ലരുത് എന്ന്. ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന, കുട്ടികളെ തിരിച്ചു തല്ലരുത്, കുട്ടികളെ പുഞ്ചിരിയോടെ അവരെ കയ്യിലെടുക്കണം. അതന്നെ വേണ്ടത്. നല്ല സ്വഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടികളെ കൈകളിൽ എടുക്കൽ തന്നെയാണ് ഏറ്റവും ഉദാത്തമായ മാതൃക. പക്ഷെ ഈ പ്രസ്താവനയിൽ വേറെ ചില പ്രയാസങ്ങൾ വരുമോ എന്ന് നമ്മൾ വേറെ ചിന്തിക്കണം. ഒരു അധ്യാപകൻ, ഒരു ഗുരുനാഥൻ, നമ്മൾ ജീവിതത്തിൽ ആരായിരുന്നാലും, ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, നിങ്ങൾ ആലോചിച്ച്, റസൂലുള്ളാഹി പറഞ്ഞു, ഒരു നല്ല ഉദാത്തയായ ഭാര്യ എന്ന് പറയുന്നത്, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ജോലിയുടെ ടെൻഷൻ ഉണ്ടാകും, സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള ഫിക്റായിട്ടാ വരിക. പടച്ചോനെ, മുടക്കിയത് കിട്ടിയിട്ടില്ലല്ലോ, നഷ്ടാണല്ലോ, പ്രയാസാണല്ലോ, നാളെ എങ്ങനെ ബാക്കി കൊടുക്കും, ഇങ്ങനെയുള്ള ചിന്തകളുമായി വരുമ്പോ ഒരു ഭാര്യക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇദാ നളർത ഇലൈഹ സർറത്തുക, കണ്ടാൽ അവന് സന്തോഷമുണ്ടാകണം. എന്നെ കാണുമ്പോൾ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതെയാകണം. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പെണ്ണിന്റെ കടമ. അത് കൊടുക്കാൻ കഴിയാത്തൊരു പെണ്ണിന് എങ്ങനെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയും? അതിന് വേറൊന്നും വേണ്ടല്ലോ. എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ ഈ പുഞ്ചിരിക്ക് സാധിക്കും. അതാണ് അതിന്റെ പവർ, അതിന്റെ ശക്തി. സ്വന്തം ഭർത്താവിന്റെ ഒരു നല്ല തെളിഞ്ഞ മുഖം കാണുമ്പോൾ ഒരു ഭാര്യ എത്ര സന്തോഷിക്കുന്നറിയോ? അവൾക്കറിയാം ഭർത്താവിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേവലാതികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ. എന്നാലും ഒന്ന് യാത്ര പോകും, ഒന്ന് പുറത്തു പോകുമ്പോൾ
നമുക്കൊരു ഒരു സ്ഥലത്തേക്കൊന്ന് യാത്ര പോകാം ഒന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അവളെയും കൂട്ടി ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവൾ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണ്. ഒരു വീട്ടിൽ എത്ര വലിയ തിരക്കുകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ജോലിഭാരം അവർ പേറുന്നുണ്ടെങ്കിലും, ആ ജോലിഭാരത്തിൽ അവർ ക്ഷീണിക്കുന്നുണ്ട്, തളരുന്നുണ്ട്, തളർച്ചയുണ്ട് അവർക്ക്. ആ തളർച്ചയെല്ലാം ഇല്ലാതെയാക്കി മാറ്റാൻ നമ്മൾ കടന്നു വരും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചാൽ സഹോദരങ്ങളെ നമുക്കതിന് സാധിക്കും. ദേഷ്യം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഒരിക്കലും തന്നെ പുഞ്ചിരി മാറ്റി വെച്ചിട്ടില്ല. ഏത് കോപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ഒരിക്കലും ഒരു അറാബി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ചുമലിലുണ്ടായിരുന്ന ഒരു വിരിപ്പുണ്ടായിരുന്നു, അത് പരിക്കനാണ്. അത് പിടിച്ചിങ്ങോട്ട് വലിച്ചു കഴുത്തിൽ. ഒരു സാധാരണ ഒരു തോർത്തുമുണ്ട് കഴുത്തിലിട്ടത് അപ്രതീക്ഷിതമായി ഒരാൾ വലിച്ചാൽ എന്തായിരിക്കും വേദന? ഇതൊരു പരിക്കൻ വിരിപ്പാണ്, ഒരു പരിക്കൻ പുതപ്പാണ് റസൂലുള്ളാഹി ചുമലുണ്ടായിരുന്നത്. അത് പിടിച്ചു വലിച്ചിട്ട് അയാൾ പറഞ്ഞു, മുർനി മിൻ മാലില്ലാഹി ലദി ഇൻദക, അള്ളാഹിന്റെ കുറച്ച് മുതൽ നിന്റെ കയ്യിലുണ്ട് മുഹമ്മദ്, ബൈത്തുൽ മാൽ, അതിൽ കൊണ്ടാന്ന് പറഞ്ഞു. ഒരു പരിക്കൻ മനുഷ്യനാണ്. ഫൽതഫത ഇലൈഹി, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഫളഹിക, തിരിഞ്ഞു നോക്കിയിട്ട് റസൂലുള്ളാഹി ചിരിച്ചു, പുഞ്ചിരിച്ചു. തുമ്മ അമറഹു ബിഅതാഇൻ, എന്നിട്ട് നൽകാൻ കൽപ്പിച്ചു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടൊന്നു മാത്രമാണ് റസൂലെ താങ്കൾക്ക് അവരോട് ഇത്രയും ലോലമായി പെരുമാറാൻ കഴിയുന്നത്. വലൗ കുൻത ഫല്ലൻ വലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക്, പരിക്കനായിരുന്നെങ്കിൽ, പരിക്ക സ്വഭാവിയായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റും ഒരാളും ഉണ്ടാകുമായിരുന്നില്ല റസൂലേ. ദായിമാര് ശ്രദ്ധിക്കുക, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പുഞ്ചിരിച്ചുകൊണ്ട് ദഅവത്ത് നടത്തണം, ആളുകളെ സമീപിക്കണം, കൈപിടിച്ച് സലാം പറയണം. നമ്മുടെ സ്വഭാവവും പെരുമാറ്റം കണ്ട് ഈ ആശയത്തിലേക്ക് ആളുകൾ വരണം. ഉദാത്തമായ ആശയമാണ്, ആദർശമാണ് നമ്മൾ കൊടുക്കുന്നത്, ദുനിയാവിനല്ലല്ലോ. എന്താ നമ്മുടെ ദഅവത്ത് എന്താ? ഒരു ദായിയുടെ ഉത്തരവാദിത്തം, ഒരു പ്രബോധകന്റെ ഉത്തരവാദിത്തം എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കല, അല്ലെ? അത് പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ റസൂൽ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റണം. സമൂഹത്തിൽ ആ രൂപത്തിൽ പെരുമാറാൻ കഴിയണം. ഒരു രാവിലെ ഒരു പ്രഭാതം ഒന്ന് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച്, ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആളുകളൊക്കെ ഒന്ന് കണ്ട് സലാം പറഞ്ഞു ഒരു രാവിലെ ഒരു പ്രഭാതം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും കാണുന്ന ഒന്നാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ. ഒന്നിന്റെ കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ നാട്ടിൽ മലബാർ പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് കാണാം, ഓരോ പള്ളിയെ സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് ഒരു വ്യായാമ കൂട്ടായ്മകൾ, മതവും രാഷ്ട്രീയവും അതിനെല്ലാം അപ്പുറം ഒരു കൂട്ടായ്മ. എല്ലാവരും രാവിലെ ഒന്ന് വന്നിട്ട് പുഞ്ചിരിച്ച് എല്ലാവരും ഒന്നും കണ്ട് ഒരു 20 മിനിറ്റ് സമയം കുറച്ച് വ്യായാമ മുറകളൊക്കെ ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നല്ലതാണ്. ഒരുപാട് ആളുകൾ, രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവർക്കും അതൊക്കെ മറക്കാനൊരവസരം അങ്ങനെ പറയാറുള്ളത്. അള്ളാഹു രോഗികൾക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരു നല്ല കാര്യമാണ്. എല്ലാവരും ഒന്ന് വന്ന്, അത് മതോ രാഷ്ട്രീയം ഒന്നുമില്ല, എല്ലാവരും ഒന്ന് കണ്ട് രാവിലെ ഒന്ന് പുഞ്ചിരിച്ച് എല്ലാവരും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഗതിയാണ്. നല്ല കാര്യം തന്നെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കൂടുതൽ വേറൊന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കുറേ ആളുകൾ, ഈ മെക്സവനിൽ പങ്കെടുക്കുന്ന കുറേ ആളുകൾ ആദ്യമേ സുബീക്ക് ജമാഅത്തിന് വരുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ കുറച്ച് ആളുകൾ അത് തുടങ്ങിയതിന് ശേഷം സുബീക്ക് പള്ളിയിൽ ജമാഅത്തിന് വരുന്നവരുണ്ട്. ആരായിരുന്നാലും പള്ളിയിൽ വരുമ്പോൾ ഈ മെക്സവൻ എന്ന് എഴുതിയ, പുറത്ത് എഴുതിയൊരു ജേഴ്സി ഉണ്ട്, അത് ആ ബനിയനിട്ട് പള്ളിയിൽ വരരുത്. അത് ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതല്ല ഈ കാര്യം ഈ കൂട്ടായ്മകൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ പള്ളിയിൽ വരുമ്പോൾ അത് ഫ്രണ്ടിൽ ഒന്നാമത്തെ സഫിൽ രണ്ടാമത്തെ സഫിലൊക്കെ നിൽക്കും, ബാക്കിലുള്ള ആളുകൾക്ക് വസ്വാസാകും നിസ്കാരം. മസ്ബൂക്കുകളുടെ നിസ്കാരം, പിന്തി വന്നവരുടെ ബാക്കിലുള്ളവരുടെ നിസ്കാരം, അത് വസ്വാസാകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആൾ ഈ മെക്സവെന്ന് കാണുമ്പോൾ അത് അയാളെ കണ്ണിലേക്ക് പതിക്കും. നിസ്കാരത്തിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രമാത്രം എന്നാൽ ദുആ പോലും, ഖുർആൻ പാരായണം പോലും ഉറക്കെ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പള്ളിയിൽ. കാരണം എന്താ? നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരം വിശ്വാസമാകരുത്, ദുആ പോലും ഉറക്കെ പറയുക, ഖുർആൻ പാരായണം പോലും ഉറക്കാവരുത് നാം. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിന് മുകളിൽ ഒരു ഷർട്ടിട്ട് വന്നാൽ ആ സമയത്ത് അത് അയച്ചു വെച്ചാൽ മതിയാകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഒന്ന് പുഞ്ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളൂ.
ഒരിക്കൽ ജരീർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാ ഹജബനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു വലാ റആനി ഇല്ലാ തബസ്സമ ഫീ വജ്ഹി. ഞാൻ ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും എന്നെ അകറ്റി നിർത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അദ്ദേഹം പറയാണ്, റസൂൽ പുഞ്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാ. അതുകൊണ്ട് മതിമറന്ന ചിരി, ചിലരങ്ങനെയാണ്, ചിരിച്ചിട്ട് ഓവറാകും. ബസ് സ്റ്റാൻഡിൽ അവിടെ ഇരുന്നിട്ട് തമാശ പറഞ്ഞിട്ടൊക്കെ ചിരിച്ച് അട്ടഹസിച്ച് ശബ്ദമുണ്ടാക്കി ചിരിക്കുന്ന ആളുകളുണ്ട്. പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയാണ്, അബ്ദുല്ലാഹി ബിൻ ആരിസ് പറയാണ്, മാ കാന അല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സുമ. റസൂൽ പുഞ്ചിരിക്കുന്നതായിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടേയില്ല എന്നാണ്. ശ്രദ്ധിക്കണം. ദേഷ്യത്തിലും കോപത്തിലും പ്രയാസമുണ്ടാകുന്ന സമയത്തുമെല്ലാം ചിരിക്കാൻ കഴിയണം. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത്, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വിട്ടുനിന്നു. 80ഓളം ആൾക്കാർ വിട്ടുനിന്നു, പോകാൻ പറ്റാതെ. പല ആൾക്കാരും പോയില്ല. പല ആൾക്കാരും പോകാമെന്ന് വിചാരിച്ച് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതിൽ നിന്ന് വിട്ടുനിന്ന സഹാബികളുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനായ സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം കഅബ് ബിൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഫജിഉതുഹു, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. വലിയൊരു പ്രശ്നം നടക്കുന്ന ഒരു സൂറത്ത് തന്നെ, ആയത്തുകൾ തന്നെ ഇറങ്ങിയ വിഷയമാണ്. ഫലമാ സല്ലംതു അലൈഹി, ഞാൻ സലാം പറഞ്ഞപ്പോ തബസ്സമ തബസ്സുമൽ മുഗ്ളബ്. സുബ്ഹാനല്ലാഹ്. അതേ, അത്രയും ഒരു പ്രയാസമുള്ളൊരു സമയമാണ്. എന്നോട് അദ്ദേഹം ചിരിച്ചിട്ട് റസൂലുള്ള പുഞ്ചിരിച്ച്, ദേഷ്യമുള്ളവന്റെ ചിരി. സുമ്മ ഖാല തആൽ, കടന്നു വരൂ. ഫജിഅ്തു അംശി ഹത്താ ജലസ്തു ബൈന യദൈ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ എന്നെ ഇരുത്തുകയാണ് ചെയ്തത്. ഒരു വലിയൊരു പ്രശ്നം നടന്നിട്ട് പോലും അത് റസൂൽ കാണിച്ചില്ല. സലാം പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ്. ഒരുപാട് നേട്ടങ്ങളുടെ സഹോദരൻ സദക്കയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുമില്ലെങ്കിലും പുഞ്ചിരി. തബസ്സുമുക ഫീ വജി അഖീക ലക സദഖ, റസൂൽ പറഞ്ഞു, അതൊരു പുഞ്ചിരിയാണെന്ന് പറഞ്ഞു. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക, പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഒരു വലിയ നന്മയാണെന്ന് പറഞ്ഞു. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഖൗമുൻ മിൻ അഹ്ലിൽ ബാദിയ, ഞങ്ങൾ ഈ ബാദിയക്കാരാണ് എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഫഅല്ലിംനാ ശൈഅൻ യൻഫഉന അല്ലാഹു ബിഹി, ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരണം. റസൂൽ പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ, ഏതൊരു ചെറിയ നന്മയും നിസ്സാരമായി കാണണ്ട. ഏതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നിസ്സാരമാക്കരുത്. വലൗ അൻ തുകല്ലിമ അഖാക വവജ്ഹുക ഇലൈഹ മുംബസിത്തുൻ, നിന്റെ കൂട്ടുകാരോട് സഹോദരോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നീ സംസാരിക്ക്. ഇതാ കൊടുത്ത ഉപദേശം. ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പം ഗ്രാമീണരായ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പുഞ്ചിരിയോടെ ജീവിച്ചാൽ അങ്ങനെ മരിക്കാനും പറ്റും. ഫജഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫി ഹാലി മൗതിക ലാഹികം മസ്റൂറാ, നിന്റെ ചുറ്റുമുള്ളവരെല്ലാം പൊട്ടിക്കരയുന്ന സമയത്ത് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി നിനക്ക് മരിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, നമ്മളെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തി, കഫൻ ചെയ്ത് കുളിപ്പിച്ച് കിടത്തി, നമ്മളെ മയ്യത്ത് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വരിയായിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരിയോട് കൂടി കിടക്കാൻ നമുക്ക് പറ്റണോ? എങ്കിൽ സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കാൻ കഴിയണം. അതിന് പറ്റിയാൽ നമ്മളെ ഉള്ളിലെ എല്ലാ ചീത്ത കാര്യങ്ങളും, ദേഷ്യം, വിദ്വേഷം, വൈരാഗ്യം, പക എല്ലാം ഒലിച്ചു പോകും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അന്നഹു ഹുവ അദ്ഹക വ അബ്ക, പരിശുദ്ധ ഖുർആൻ. നിന്നെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അവനാണ്. അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി തരികയാണ്. വഅൻതും തദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ജീവിതത്തിൽ ചിരി മാത്രം ചില ആളുകൾക്ക്, അവരൊരിക്കലും കരയേണ്ട കാര്യങ്ങളിൽ കരയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആശയം നമ്മളെ കേൾപ്പിക്കുകയാണ്. ലൗ തഅലമൂന മാ അലമു ലഹിഖ്തും ഖലീല വല ബഖൈതും കസീറ, ഞാൻ അറിഞ്ഞിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ
നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു, കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഖാലു മാ റഅയ്ത യാ റസൂലല്ലാഹ്, എന്താണ് അറിഞ്ഞ കാര്യം, കണ്ട കാര്യം? അപ്പോൾ റസൂൽ പറഞ്ഞു, റഅയ്തു അൽ ജന്നത വന്നാർ, നരകവും സ്വർഗവും ഞാൻ കണ്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് നമുക്ക് ചിരി സമ്മാനിക്കേണ്ടവർക്ക് അത് സമ്മാനിക്കാൻ കഴിയണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ഇബ്രാഹിം നബിന്റെ കുടുംബത്തിന് അള്ളാഹ് അനുഗ്രഹം കൊടുത്ത മക്കളെ ആ സമയത്ത് അത് സ്വീകരിച്ച രീതി, ഒരു ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹ് കൊടുത്തപ്പോൾ ആ അനുഗ്രഹം കിട്ടിയപ്പോൾ അത് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച രീതി. പക്ഷെ അവരാരും മതിമറന്ന് അള്ളാഹനെ മറന്നുകൊണ്ട് അവരാരും ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിച്ചാൽ നരകത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ്, തൽഫഹു വുജൂഹുമുൻ നാർ വഹും ഫിഹാ കാലിഹൂൻ. നരകത്തിൽ കിടന്ന മുഖങ്ങൾ കരിഞ്ഞ്, മുഖത്തെ മുഴുവൻ മാംസങ്ങളും കരിക്കപ്പെട്ട്, വഹും കാലിഹൂൻ, അവർ പല്ലിളിച്ചവരായിരിക്കും. കാലിഹൂൻ, പല്ലിളിച്ചവരായിരിക്കും. ഖുർആന്റെ സൂറത്ത് മുഅ്മിനൂനിലെ 104-ാമത്തെ ആയത്താണ്. മുഖത്തെ മുഴുവൻ മാംസങ്ങളും പോയി, ഒരു അസ്ഥികൂടം, തലയോട്ടി, ഒരു തലയോട്ടി കണ്ടില്ലേ നിങ്ങൾ? അതിങ്ങനെ പല്ലിളിച്ച ഷേപ്പിലുണ്ടാവുക, രൂപത്തിലുണ്ടാവുക, തൊലിയെ കണ്ടു പോയാൽ. ഇങ്ങനെ കുറേ തലയോട്ടികൾ നരകത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും. വീണ്ടും തൊലികൾ കൊടുക്കും, വീണ്ടും അത് കരിക്കപ്പെടും. അങ്ങനെ പല്ലിളിച്ച രൂപത്തിൽ നരകത്തിൽ കുറെ തലകൾ ഉണ്ടായിരിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. കുറെ നരകത്തിലെ ആളുകളെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അവിടെ പല്ലിളിക്കുന്നതിന് അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. ദേഷ്യവും വിദ്വേഷവും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചാൽ ഒരാള് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നതിൽ ഏറ്റവും വലിയ കാരണം റസൂലുള്ളാഹി എന്താ പറഞ്ഞെന്നറിയോ? ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് കൂടുതൽ ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാന്ന. സ്വർഗത്തിൽ നിന്ന് തടഞ്ഞ് നരകത്തിലെത്തിക്കുന്നത് കൂടുതൽ പേരെയും അത് ദുസ്വഭാവങ്ങളായിരിക്കും. അതുകൊണ്ട് സൽസ്വഭാവത്തിന്റെ ഒരു തുടക്കമാണ്, അതിൻ്റെ വാതിലാണ് സഹോദരങ്ങളെ മറ്റുള്ളവരോട് മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കെല്ലാവർക്കും കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ ധാരാളമുള്ളവരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഈമാനോടെ മരണപ്പെട്ടു പോകാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.